ഇന്ന് രാവിലെ കുറേ ജോലി ഉണ്ടായിരുന്നേ. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് നല്ല ജോലിയുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ മടിച്ചൊന്നും നിന്നില്ല. രാവിലെ എണീറ്റ് മുറ്റമൊക്കെ തൂത്തു, ചായക്കുടി കഴിഞ്ഞു. പിന്നെ പതുക്കെ വീടിനകത്തെ പണികളൊക്കെ തീർക്കാനായിട്ട് വന്നേ. കൊച്ചിൻ്റെ വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ 2-3 ദിവസമായിട്ട് അത് ഇറക്കാത്തത് കൊണ്ട് ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കുവാണേ. അവളിനി അകത്തേക്ക് കയറി കളിക്കുകയോ അകത്തേക്ക് കയറി ഇരിക്കുകയൊക്കെ ചെയ്തു. ഇച്ചിരി പൊക്കം കൂടുതലായതുകൊണ്ട് അവൾക്കതിൽ കയറാനായിട്ട് പാടായിരുന്നേ. പിന്നെ ഇപ്പോൾ അവൾക്ക് ഇച്ചിരി പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ തന്നെ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ വണ്ടി ഇന്ന് ഇറക്കി കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ നടക്കുവാണേ. അമ്മ അടുക്കളയിലാണേ, കാപ്പിക്കുള്ള പരിപാടിയൊക്കെ നോക്കുവാണേ. പിന്നെ ഇന്നലെ അലക്കി ഉണങ്ങിയ കുറച്ച് തുണി മടക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വൈകിട്ട് മടക്കി വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാനതെല്ലാം മടക്കി വെക്കുവാണേ. വണ്ടിയെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കയറി ഇറങ്ങിയൊക്കെ തന്നെ കളിക്കുവാണ്. അതിന് റിമോട്ടുണ്ട് കേട്ടോ. റിമോട്ട് എൻ്റെ കയ്യിൽ എനിക്ക് അത്ര കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനത് എടുക്കാറില്ല. പിന്നെ നേരെ TV ഒക്കെ ഇടിക്കുന്നത്, എങ്ങാനും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പേടിച്ച് റിമോട്ടിലുള്ള കളിയൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം പുറത്തോട്ടൊക്കെ വണ്ടി ഇറക്കി അവളെ ഓടിക്കുവേ. പിന്നെ വീടിനകമെല്ലാം അവളുടെ കളിപ്പാട്ടം എല്ലാം ഒന്ന് തൂത്ത് വാരി വെച്ച് മൊത്തമൊന്ന് തൂത്ത് വൃത്തിയാക്കി. മേശയും TV സ്റ്റാൻഡും ഒക്കെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. 2 ദിവസം ആയായിരുന്നു തൂത്തിട്ട്. അപ്പോൾ എന്നും തൂക്കാതിരിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുമേ, നല്ലപോലെ പൊടി പിടിക്കുവേ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. എന്തായാലും ഞാൻ അടുക്കളയിലോട്ട് ഇന്ന് രാവിലെ കയറിയിട്ടേ ഇല്ല കേട്ടോ. അമ്മയാണ് രാവിലെ കാപ്പിയും അമ്മയാണ് രാവിലെ ചായയെല്ലാം ഇട്ടത്. ഇന്ന് ഞാൻ എണീറ്റ പാടെ മുറ്റം തൂക്കാൻ പോയി. കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പം വീടിനകത്ത് അത്യാവശ്യം ജോലിയൊക്കെ തീർത്തിട്ട് വേണം തുണി അലക്കാൻ പോകാനൊക്കെ. 2 ദിവസം ചെയ്യാത്തത് കൊണ്ട് ഇന്ന് ചെയ്യാനായിട്ടൊരു മടിയൊക്കെ ഉണ്ട്. എന്നാലും അതങ്ങ് കാര്യമാക്കിയില്ല കേട്ടോ. പിന്നെ വണ്ടിയെല്ലാം എനിക്ക് അവിടെ തൂത്ത് വൃത്തിയാക്കണമെങ്കിൽ വണ്ടി കുറച്ചിങ്ങോട്ട് ഒതുക്കി വെക്കണേ. അതിന് ഞാൻ വണ്ടി തള്ളി കേട്ടോ നീക്കുന്നത്. എനിക്ക് അതിൻ്റെ റിമോട്ടിൽ മാറ്റാൻ അത്ര വശമില്ല. അതുകൊണ്ട് അത് മാറ്റി ഒരു സൈഡിൽ കൊണ്ടുവച്ച് പിന്നെ മുഴുവനൊന്ന് തൂത്ത് വാരി. പിന്നെ ഞാനൊന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്തേ. അത് പിന്നെ ഇന്നും ഉള്ളതാണല്ലോ. എല്ലാ ദിവസത്തെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. തൂത്തില്ലേലും ഞാൻ തുടയ്ക്കും. അപ്പോൾ കൊച്ചിനെ ഞാൻ താഴേക്ക് ഇറക്കാതെ അവളെ ദിവാങ്കോട്ടെ കയറിയിരിക്കാൻ പറഞ്ഞതേ ആൾ കയറിയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഷാമ്പു ഇട്ട് തുടയ്ക്കുന്നത് കൊണ്ട് കൊച്ചി തെന്നി വീഴുമെന്ന് എനിക്ക് പേടിയാണ്. 2-3 വട്ടം അവൾ വീണിട്ടുണ്ട്. അത് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ തുടയ്ക്കുന്നത് കാണുന്നതേ കൊച്ച് തനിയെ കയറി ഇരുന്നോളും കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തുണി അലക്കാൻ പോകാൻ വേണ്ടിയിട്ട്.